നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറി ശാസ്ത്രമാണ്. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഉടൻ നടന്നു കിട്ടുമോ, നടക്കാൻ എത്ര കാലതാമസമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിലൂടെ നോക്കുന്നത്. അതിനായി ശ്രീകൃഷ്ണ ഭഗവാന്റെ 2 വ്യത്യസ്ത ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ വെണ്ണ കട്ട് തിന്നുന്ന ഉണ്ണിക്കണ്ണൻ്റെയും രണ്ടാമത്തെ ചിത്രത്തിൽ താമരപ്പൂവിലിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങളുടെ ആഗ്രഹം ഉടൻ നടന്നു കിട്ടണം എന്ന് ഭഗവാനോട് നന്നായി പ്രാർത്ഥിച്ച് കണ്ണുകൾ തുറക്കുക. ശേഷം ഇവിടെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഏത് ചിത്രമായാലും ആ ചിത്രത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഫലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതവുമായി, നിങ്ങളുടെ സ്വഭാവവുമായി ഏതെങ്കിലും രീതിയിലൊക്കെ സാമ്യമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക. ഇനി നമുക്ക് തൊടുകുറി ഫലത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചിത്രമായ വെണ്ണ കട്ട് തിന്നുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇതാണ്. ചെറുപ്പം മുതൽ തന്നെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതായത് ആരുടെയും മുന്നിൽ കൈനീട്ടാതെ, ആരെയും ആശ്രയിക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്ന് നിർബന്ധമുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളത് സ്വീകരിക്കാറില്ല. കാരണം ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നത് നിങ്ങൾക്ക് നിർബന്ധമാണ്. നിങ്ങൾ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ്. അതുപോലെ നന്നായി കഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ. ഏതെങ്കിലും ഒരു ജോലി ഏറ്റെടുത്താൽ അത് എത്ര കഷ്ടപ്പെട്ടും ഭംഗിയായി ചെയ്തു തീർക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ വരുത്തി തീർക്കാതെ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് ഏറ്റെടുത്ത ജോലി ചെയ്തു തീർക്കുന്ന ആളുകളാണ് നിങ്ങൾ. പല വ്യക്തികളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ ധാരാളം തിരിച്ചടികൾ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അവഗണനകളും നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ഓരോ പാഠങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. അതായത് നിങ്ങളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പല ആളുകളുടെയും യഥാർത്ഥ മുഖങ്ങൾ ഈ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീണിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തിരിച്ചടികളിൽ നിന്നും പല വ്യക്തികളുടെയും യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്കും ഒരു ദിവസം വരുന്നതാണ്. നിങ്ങളെ തള്ളിപ്പറഞ്ഞവരൊക്കെ നിങ്ങളെ അംഗീകരിക്കുന്ന, അഭിനന്ദിക്കുന്ന, നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു ദിവസം അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നതാണ്. നിങ്ങളിൽ പലരും ശ്രീകൃഷ്ണ ഭഗവാനെ അകമഴിഞ്ഞ് ആരാധിക്കുന്നവരാണ്. ഭഗവാന്റെ ഭക്തരൊക്കെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ എല്ലാവരും, അതിപ്പോൾ നിങ്ങളുടെ ശത്രുക്കളായാൽ പോലും, അവരെല്ലാം നന്നായി സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട്. മനുഷ്യത്വം നിങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ വലിയ കാലതാമസമില്ലാതെ നടന്നു കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റം അധികം കാലതാമസമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നതാണ്. നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും അതുപോലെ നിങ്ങളുടെ ഇഷ്ടദേവതയെയും നന്നായി പ്രാർത്ഥിക്കുക. ഇനി രണ്ടാമത്തെ ചിത്രമായ താമരപ്പൂവിൽ ഇരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലം ഇതാണ്. നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടാലും അല്ലെങ്കിൽ ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ ഉദ്ദേശിച്ചാലും അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിച്ചു മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അതായത് നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി മൂലം ആരെയെങ്കിലും ദോഷമായി ബാധിക്കുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ തെറ്റായ രീതിയിൽ കാണുമോ, അതുമൂലം എന്തെങ്കിലും നല്ല ഗുണങ്ങൾ ഉണ്ടോ എന്നിങ്ങനെ അതിൻ്റെ നല്ല വശങ്ങളെയും മോശം വശങ്ങളെയും കുറിച്ച്
പല പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷമാണ് മുന്നോട്ട് പോകുന്നത്. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കാതെ നന്നായി ആലോചിച്ചതിന് ശേഷമാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും പറയുന്നതും. ഈ ഒരു സ്വഭാവം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണമായി തന്നെ ഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈശ്വരനോടുള്ള ഭക്തി, ഭയം എന്നിവയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ആരോടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ വന്നാൽ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കും, വേണ്ട, അവനവൻ ചെയ്യുന്ന കർമ്മത്തിനുള്ള ഫലം അവനവൻ തന്നെ അനുഭവിക്കും. നിങ്ങളോട് ആരെന്ത് തെറ്റ് ചെയ്താലും അതിനുള്ള മറുപടി ഈശ്വരൻ തന്നെ കൊടുത്തോളും എന്ന ഒരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത്. സത്യസന്ധത ഏറ്റവും കൂടുതലായി നിങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരോടെങ്കിലും അറിയാതെ ഒരു കള്ളം പറഞ്ഞാൽ പോലും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു. ആ തെറ്റ് തിരുത്തി പറയുന്നതുവരെ നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനവും കാണില്ല. അതുപോലെ ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് ആത്മാർത്ഥമായി ഭംഗിയായി നിങ്ങൾ പൂർത്തിയാക്കാറുണ്ട്. നിങ്ങൾക്ക് ധാരാളം സൗഹൃദങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള സന്തോഷങ്ങളും ദുഃഖങ്ങളുമൊക്കെ കൂടുതലും അവരോടാണ് തുറന്നു പറയാറുള്ളത്. കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ കുടുംബത്തിൽ പലപ്പോഴും വിള്ളലുകൾ വന്നിട്ടുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ വരെ എത്തിയിട്ടുമുണ്ട്. ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ സന്തോഷത്തോടെയുള്ള ഒരു കുടുംബജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തൻ്റെ ഉപദേശം കൊണ്ട് സമാധാനം അവർക്ക് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം അവർക്ക് കിട്ടുവാണെങ്കിൽ അതൊരു പുണ്യപ്രവൃത്തിയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ ഒരുപാട് പണവും സ്വത്തും വലിയ വീടുമൊന്നും വേണ്ട, സമാധാനത്തോടെ കുഴപ്പമില്ലാത്ത ഒരു ജീവിതം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വലിയ കാലതാമസമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും എന്ന് തന്നെയാണ്. അതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനുള്ള ഒരു മാർഗം അധികം കാലതാമസമില്ലാതെ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരുന്നതാണ്. അതുപോലെ ഏതെങ്കിലും വ്യക്തികൾ മൂലമൊക്കെ നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ ആ വ്യക്തികളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ നിങ്ങൾ നന്നായി കഷ്ടപ്പെടുന്നവരാണ്. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും നന്നായി പ്രാർത്ഥിക്കുക. കൂടെ നിങ്ങളുടെ ഇഷ്ടദേവതയെയും നന്നായി പ്രാർത്ഥിക്കുക. ഇവിടെ നിങ്ങളുടെ തൊടുകുറി ഫലം പറയുന്നത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ അധികം കാലതാമസമില്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറും എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ അധികം കാലതാമസമില്ലാതെ സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം, ഒരു നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.